ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു പുട്ടിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. ഇത് ഞാൻ ഉണ്ടാക്കുന്നത് ബാക്കി വന്നിട്ടുള്ള ചോറ് കൊണ്ടാണ്. ബാക്കി വന്നിട്ടുള്ള ചോറിനെ ഞങ്ങൾ ഫ്രീസറിൽ വെച്ച് ഒരു ദിവസം ഫ്രീസറിൽ വെച്ച് നമുക്ക് ഐസാക്കി എടുക്കണം. പിന്നെയാണ് ഞങ്ങൾ ഇതിനെ പുറത്തെടുത്ത് പുട്ടുണ്ടാക്കുന്നത്. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാനിവിടെ കാണിക്കാം. അതിനു വേണ്ടി 2 കപ്പ് പച്ചരി ചോറാണ് ഇവിടെ എടുത്തിട്ടുള്ളത്. ഇത് ഒരു ദിവസം ഫ്രീസറിൽ വെച്ച് ഐസായതിന് ശേഷം പുറത്തെടുത്ത് ഇതിൻ്റെ വെള്ളമൊക്കെ നല്ലോണം പിഴിഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളതാണ്. ഇനി നമുക്കിതിനെ മിക്സിയിൽ ഒന്ന് പൊടിച്ചെടുക്കാം. ഇത് ഇവിടെ പൊടിച്ചെടുത്തിട്ടുണ്ട്. ഇതുപോലെ തെരിതെരിയായിട്ടാണ് ഇവിടെ പൊടിച്ചിട്ടുള്ളത്. ഇനി ഇതിലേക്ക് 1/2 കപ്പ് അരിപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ഏത് അരിപ്പൊടി വേണമെങ്കിലും എടുക്കാം. പിന്നെ ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ചേർത്ത് ഇത് നല്ലോണം നമുക്ക് മിക്സാക്കി എടുക്കാം. ഇതിവിടെ നല്ലോണം മിക്സാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് പുട്ടുണ്ടാക്കാം. അതിനായി പുട്ടുണ്ടാക്കുന്ന പാത്രം എടുത്തിട്ടുണ്ട്. ഇനി അതിലേക്ക് ആദ്യമായി കുറച്ച് തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെ അതിൻ്റെ മുകളിൽ പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. 3 ടേബിൾ സ്പൂൺ പുട്ടുപൊടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. പിന്നീട് അതിൻ്റെ മുകളിൽ തേങ്ങ ഇട്ട് കൊടുക്കാം. പിന്നെയും പുട്ടുപൊടി ഇട്ട് കൊടുക്കാം. ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. ഇതെല്ലാവർക്കും അറിയാവുന്നതാണ്, എന്നാലും അറിയാത്തവരുമുണ്ട്. അവർക്ക് വേണ്ടിയിട്ടാണ് പറയുന്നത്. അങ്ങനെ ഇതിവിടെ ഫില്ലാക്കി എടുത്തിട്ടുണ്ട്. ഇനി ഒരു കുക്കറിൽ വെള്ളം ഒഴിച്ച് സ്റ്റൗവിൽ വെച്ചിട്ടുണ്ട്. ഇനി അതിൻ്റെ മുകളിൽ ഇതുപോലെ ഇതിനെ വെച്ച് കൊടുക്കാം. ഇനി ഇതിൻ്റെ അടപ്പ് ഇട്ട് കൊടുത്തതിന് ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി ഒരു 10 മിനിറ്റ് നമുക്കിത് വേവിച്ചെടുക്കാം. 10 മിനിറ്റിന് ശേഷം ഇതിവിടെ വെന്തിട്ടുണ്ട്. ഇതിൽ നിന്ന് നല്ലോണം ആവിയൊക്കെ പുറത്ത് വരുന്നുണ്ട്. ഇനി നമുക്കിതിനെ പ്ലേറ്റിലേക്ക് മാറ്റാം. പുട്ട് റെഡിയായിട്ടുണ്ട്. പെർഫെക്റ്റായി വന്നിട്ടുണ്ട്. കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും ഇത് നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. ഇത് ചൂടാറിയാലും ഇത് ഇങ്ങനെ തന്നെ സോഫ്റ്റായി തന്നെ ഉണ്ടാവും. നമുക്കിത് കഴിക്കാനായി കറികളുടെ ഒന്നും ആവശ്യമില്ല. വെറുതെ കഴിക്കാനും ഇത് നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇനി വീട്ടിൽ ചോറൊക്കെ ബാക്കി വരുമ്പോൾ ടെൻഷൻ അടിക്കേണ്ട. അതുകൊണ്ട് നമുക്ക് ഇതുപോലത്തെ നല്ല സോഫ്റ്റ് പുട്ട് ഈസിയായി ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണം.